ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാക്ബുക്ക് എയർ M4ൻ്റെ ഫൈനൽ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുന്നതിന് ഒരു കാരണം കൂടി ഉണ്ട്. ആ കാരണം അറിയണമെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫൈനൽ റിവ്യൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതൽ നമ്മുടെ കമൻസിൽ വന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ എനിക്ക് പേഴ്സണലി എന്താണ് ഈ ഒരു മാക്ബുക്ക് പ്രോയിൻ്റെ ഒരു യൂസ് കേസ്, അതുപോലെ ഇതിൻ്റെ കോൺസ് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതിനകത്ത് നമ്മുടെ അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ റിവ്യൂ ഒരു അത്യാവശ്യം ഒരു ലോങ് ടേം പോലെ നമ്മൾ റിവ്യൂവും ചെയ്തിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ഫൈനൽ റിവ്യൂ ആണ്. ഫൈനൽ റിവ്യൂവിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഒരു ഐഡിയയും കിട്ടും. പക്ഷേ നമ്മുടെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു മെയിൻ യൂസ് കേസ്, നമ്മുടെ ഈ മാക്ബുക്ക് എയർ M4 യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാറ്റഗറി ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾക്കാണ് മെയിൻ. നമ്മുടെ ഈ എഡിറ്റിംഗ് പരിപാടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. നമ്മുടെ ഈ ഒരു M4 പവർഫുൾ അല്ലാത്തതുകൊണ്ടല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫൈനലൈസ് മോഡൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഹീറ്റിംഗ് വരും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഈ ഒരു M4 നല്ലൊരു പവർഫുൾ ഒരു മെഷീൻ തന്നെയാണ്. അല്ലാണ്ട് M4 വളരെ ഒരു അടിപൊളി മെഷീൻ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കൊരു റെഗുലർ വീഡിയോ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പരിപാടികളും നടക്കും. പക്ഷേ ഒരു മേജർ എഡിറ്റിങ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഴ്ചയിൽ 3-4 വീഡിയോ ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് മാക്ബുക്ക് പ്രോയെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതുപോലെ നമ്മുടെ കയ്യിലുള്ള ആ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കോർ CPU അതുപോലെ 10 കോർ GPU ഉള്ള മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിരുന്നു. നമ്മുടെ എല്ലാ പരിപാടികളും അത്യാവശ്യം നടക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യമല്ല, നമ്മുടെ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ചെറിയ ഹീറ്റിംഗ് പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതുപോലെ CPU ഇടയ്ക്ക് നമുക്ക് ഫ്രോസൺ ആവുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ ഒരു മാക്ബുക്ക് എയറിൽ നിന്ന് നമുക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതുപോലെ ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് എടുത്തു പറയേണ്ടതായിരുന്നു. നല്ല അടിപൊളി കിടുക്കൻ ബാറ്ററി പെർഫോമൻസ് നമുക്ക് ഈ ഒരു മാക്ബുക്ക് എയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ റെൻഡറിങ് പരിപാടികളൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്കൊരു 4-5 മണിക്കൂറൊക്കെ സിമ്പിളായിട്ട് പോകുന്ന അത്രയും നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കപ്പ് കിട്ടുന്നുണ്ടായിരുന്നു ഇതിനകത്തുനിന്ന്. അതുപോലെ സ്പെക്ക്, നിങ്ങൾ ഒരു 10 കോർ GPU CPU ഉള്ള നിങ്ങൾ നമ്മുടെ ഒരു മാക്ബുക്ക് എയർ മേടിക്കുകയാണെങ്കിൽ മോർ ദാൻ ഇനഫ് ആയിരിക്കും. നമ്മൾ ഹയർ സ്പെക്കിലേക്ക് ഞാൻ ഒരിക്കലും നിങ്ങളെ ഒരു എടുക്കണമെന്ന് ഞാൻ പറയില്ല എയറിൽ. കാരണം അങ്ങനെ ഒരു ഹയർ സ്പെക്കിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക മാക്ബുക്ക് പ്രോ എടുക്കുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. ഈ എയറിൽ നിങ്ങൾ ഹയർ സ്പെക്ക് പോയിട്ട്, കാരണം ഇത് ഫൈനലൈസും കൂടെ ആയതുകൊണ്ട് ഞാൻ അതങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തില്ല. ബട്ട് അപ് ടു യു ആണ്. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അതുപോലെ ഇതിൻ്റെ ഒരു മെമ്മറി സൈസ് 256 ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിറയും. അതിലൊരു സംശയം വേണ്ട, പെട്ടെന്ന് നിറയും. പ്രത്യേകിച്ച് നമ്മൾ മൾട്ടിപ്പിൾ ലെയേഴ്സിലൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് ഫുള്ളാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക ഒരു മിനിമം എഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ 512 GB SSD ഉള്ള വേർഷൻ മേടിക്കുക. അല്ലാണ്ട് റെഗുലർ നമ്മുടെ സ്കൂൾ പരിപാടികളൊക്കെയാണ്, അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. 256 ആണെങ്കിലും നിങ്ങൾ കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. ബാക്കി എന്ത് പരിപാടിയാണെങ്കിലും ഒരു 512 എങ്കിലും മിനിമം നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടികൾ നടക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മേടിക്കാം. അതുപോലെ ഏറ്റവും കൂടുതൽ വന്നൊരു ഡൗട്ടാണ് ഗെയിമിങ്ങിന് ഇത് പറ്റുമെന്ന്. ഗെയിമിങ്ങിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. മാക്ബുക്ക് ഗെയിമിങ്ങിന് വേണ്ടി അവർ കോൺഫിഗർ ചെയ്തൊരു സിസ്റ്റവും അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഗെയിമിങ്ങിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കസ്റ്റമായിട്ട് PC ബിൽഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഫ്രണ്ട്ലി. നിങ്ങൾക്ക് ഈ ഒരു പൈസയ്ക്ക് നിങ്ങൾക്ക് കസ്റ്റമായിട്ട് PC ബിൽഡ് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഗ്രാഫിക്സ് കാർഡും അഡീഷണലായി കയറ്റി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കസ്റ്റം ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും അത് ബെനിഫിറ്റ് വരുള്ളൂ. ഞാൻ അതിനകത്ത് മാക്ബുക്ക് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തു. അതുപോലെ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മാക്ബുക്ക് എയർ കൊണ്ട് കാര്യമുണ്ടോ എന്ന് ഇങ്ങനെ ഞാൻ കമൻറ്റിൽ കണ്ടു. നിങ്ങൾ യൂട്യൂബിലാണ് സ്ട്രീം ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കമ്പാക്റ്റബിൾ ആണ്. ബാക്കി പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അത് നിങ്ങൾ കുറച്ചും കൂടെ അതിനകത്ത് റിസർച്ച് ചെയ്യേണ്ടി വരും.
യൂട്യൂബിൽ കോമ്പാക്റ്റബിൾ ആണെന്ന് എനിക്കറിയാം. സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ വളരെ സ്ട്രീംലെസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാനോ അങ്ങനത്തെ പരിപാടികളൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 13 ഇഞ്ച് എടുക്കണോ അതോ 15 ഇഞ്ച് എടുക്കണോ എന്നുള്ളതൊക്കെ പേഴ്സണൽ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ 15 എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു സ്ക്രീൻ വരും. വലിയൊരു സ്ക്രീൻ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒക്കെ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ 13 ഇഞ്ചാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ ആ സ്ക്രീൻ ചെറുതായതുകൊണ്ട് അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും അതിനകത്ത് വരുന്നില്ല. അതുപോലെ പിന്നെ വരുന്നൊരു ഡൗട്ടാണ്, നിങ്ങൾ ആൻഡ്രോയിഡ് യൂസറാണ്, മാക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടുപോകുമെന്നുള്ളതൊക്കെ ഒരു ഡൗട്ടുണ്ട്. പെട്ടൊന്നും പോകത്തൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ആപ്പിൾ അല്ലെങ്കിൽ എന്താ ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മാക്ക് ആണെങ്കിൽ സുഖമായിട്ട് എയർ ഡ്രോപ്പ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും ഇപ്പോൾ അത് കോമ്പാക്റ്റബിൾ ആയിട്ട് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്തൊക്കെ പറഞ്ഞാലും ആപ്പിൾ ആ ഒരു രീതിയിൽ തന്നെ ഇത് കീപ്പ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ പറയുക, നിങ്ങൾ ഈ ഒരു ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ഇക്കോസിസ്റ്റത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് എടുത്താൽ പെട്ടുപോകത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നല്ലൊരു ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും വരത്തില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം. കാരണം നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഐഫോണിൽ എടുക്കുന്ന ഒരാളാണെങ്കിൽ സുഖമായിരിക്കും. കാരണം ഐഫോണിലെടുത്ത് ആ വീഡിയോ തന്നെ എടുത്ത് നിങ്ങൾ ഇതിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FCPയിലൊക്കെ എഡിറ്റിംഗ് ചെയ്യുന്നെങ്കിൽ ഒരൊറ്റ ഒരു പ്രശ്നം പോലും ഉണ്ടാകും. നിങ്ങൾ പട്ടാന്ന് പരിപാടികൾ കഴിയും. ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു, അവിടുന്ന് എഡിറ്റ് ചെയ്യുന്നു, അവിടുത്തെ പരിപാടി ചെയ്യുന്നു, റെൻഡർ ചെയ്യുന്നു, നേരെ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര സ്പീഡായിട്ട് നടക്കും. അതാണ് നമ്മൾ ഈ ഒരു ആപ്പിൾ എക്കോസിസ്റ്റത്തിലുള്ളതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഹൈ എൻഡ് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങൾ നമ്മളൊന്നും പറഞ്ഞായിരുന്നു. പക്ഷേ നിങ്ങൾ ഹൈ എൻഡ് വീഡിയോ എഡിറ്റിംഗ്, ഞാൻ ഈ ഒരു കമൻറ്റ് സെക്ഷൻ നോക്കുന്നതുകൊണ്ടാണ് ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്നത്. നമ്മൾ ഹൈ എൻഡ് വീഡിയോ എഡിറ്റിങ്ങിന് ഇത് പറ്റുമോ എന്നുള്ളത്, ഹൈ എൻഡ് വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് ഭയങ്കര പേഷ്യൻസ് ഉള്ള ഒരാളാണെങ്കിൽ നടക്കും. ഇതിനെന്താ കൂളിംഗ് ഫാന് കാര്യങ്ങളൊക്കെ അടി വെച്ച്, അതുപോലെ നിങ്ങൾ ഇതിനകത്ത് മെമ്മറി ഹയർ സ്പെക്കൊക്കെ ആണെങ്കിൽ മെമ്മറി ഉണ്ടെങ്കിൽ ആ പരിപാടി നടക്കും. അല്ലെങ്കിൽ SSD കുത്തിയിട്ടാണെങ്കിലും SSD കുത്തിയിട്ട് നിങ്ങൾ ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കളിക്കാനുള്ള ആ ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ നോ വറീസ്, നിങ്ങൾക്ക് അത് എന്തായാലും പറ്റും. അല്ലാണ്ട് ഉള്ള ഒരാൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് പുഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് അതൊരു എന്താ പറയുക ലോങ് ടേമിലേക്കും കൂടെ ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്കത് കൊണ്ട് നടക്കാനും പറ്റും. പ്രത്യേകിച്ച് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ വാല്യൂ ഡ്രോപ്പ് ആവും. ബട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഗ്രാജുവലി അങ്ങ് ഡ്രോപ്പ് ആവത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ മാക്ബുക്ക് എയർ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പവർ പോയിന്റ് യൂസ് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ പെയ്ഡ് വേർഷൻ മാത്രമേ നമുക്ക് ഇതിനകത്ത് കോമ്പാക്റ്റബിൾ ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സഫാരിയിൽ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മൾ എല്ലാ പരിപാടികളും നടക്കും. ഇപ്പോൾ നമ്മുടെ വേർഡ് അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക PDF കൺവേർട്ട് ചെയ്തിട്ടോ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും. പക്ഷെ നമ്മൾ മാക്ക് മേടിച്ചിട്ട് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു സാധനം മേടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ പേജസ്, അതുപോലെ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആപ്സ് നമ്മുടെ മാക്ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലാണെങ്കിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൾ ഫ്രീ ആയിട്ട് തരുന്ന ആപ്സാണ്. ഈ ആപ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക വേർഡിൻ്റെയും PDF-ൻ്റെ ഒക്കെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ആപ്സാണ് ഈ ഒരു പേജസ്, നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്. പേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേർഡിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരും. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എക്സലിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരും. എനിക്ക് പേഴ്സണലി ചില സമയത്ത് ഈ പേജസും നമ്പേഴ്സും നമ്മുടെ എന്താ പറയുക മറ്റേതിനേക്കാൾ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ സാധനങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നു പോകും. പക്ഷേ ഈ സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ്. ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജസും നമ്പേഴ്സും ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും യൂസ് ചെയ്യുക. അതിനകത്തുനിന്ന് എക്സ്പോർട്ട് ചെയ്യാനും നമുക്ക് നമ്മുടെ വേർഡിനകത്തും എക്സലിലൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചറുകളും അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വേറെ കുറച്ച്, അതായത് നമ്മുടെ ഇപ്പോൾ FCP അല്ലാണ്ട് നമുക്ക് എഡിറ്റിങ്ങിന് അല്ലെങ്കിൽ വേറെ എന്താ പറയുക വേറെ പ്രൊഫഷനിലുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ ടൂൾസ് ഉണ്ട്. അത് യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇതിനകത്ത് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അഡോബ് പ്രീമിയർ പ്രോ അത് എഡിറ്റിംഗ് ആണ്. പക്ഷേ അത് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിൾ ഡിസൈൻ ചെയ്ത സാധനങ്ങൾ, അതായത് ആപ്പിൾ ഡിസൈൻ ഇപ്പോൾ FCP ഒക്കെ ആണെങ്കിൽ ആപ്പിൾ ഡിസൈൻ ചെയ്തതാണ്.
അപ്പോൾ ആ FCP ഇതിനകത്ത് വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോമ്പാക്റ്റബിൾ ആയിരിക്കും. ഇപ്പോൾ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. ഒപ്റ്റിമൈസ്ഡ് ആണ് അതിൻ്റെ ഒരു കറക്റ്റ് വേർഡ് ഞാൻ പറയാനാണെങ്കിൽ. ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ AutoCAD അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഉണ്ട് നമുക്ക് ആർക്കിടെക്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന. അതുപോലെ പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടികളുടെ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്ന അവർ യൂസ് ചെയ്യുന്ന കുറേ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് കോമ്പാക്റ്റബിൾ ആണ്. കാരണം M4 അത്രയും പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കോമ്പാക്റ്റബിൾ ആയിരിക്കും. പക്ഷെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു M4ൻ്റെ എയർ ഫാൻലെസ് ആയതുകൊണ്ട് തന്നെ ഈ ഫാൻലെസ്സിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രോട്ട്ലിങ് വരും. അതായത് ഹീറ്റിംഗ് വന്നിട്ട് ഈ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഒരിക്കലും ഞാൻ വേറെ എന്താ പറയുക ഈ AutoCAD അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പ്രോയിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷേ നിങ്ങൾക്ക് അത്രയും പുഷ് ചെയ്യാനില്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് ആ ഒരു ബഡ്ജറ്റിൻ്റെ പ്രശ്നം വരുവാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാന്നല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. അല്ലെങ്കിൽ നിങ്ങൾ മാക്ബുക്ക് എയർ അല്ലെങ്കിൽ മാക്ക് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് തന്നെ വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് വേറെ ഉണ്ട്. നിങ്ങൾക്ക് PC ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു 1 ലക്ഷം രൂപയ്ക്കൊക്കെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം PC ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് അതിൻ്റെ എന്താ പറയുക SSDൻ്റെ ഒക്കെ പ്രൈസ് കയറും എന്ന് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റിൽ ഉണ്ടാക്കാൻ പറ്റും. ചിപ്പിന് മാത്രമല്ല നിങ്ങൾക്ക് വേറെ പ്രശ്നം വരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രോസസ്സേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. കാരണം NVIDIAൻ്റെയും അല്ലെങ്കിൽ എന്താ പറയുക ഇൻറ്റലിൻ്റെ വലിയ കാര്യമായിട്ടല്ല, സ്റ്റോക്ക് വളരെ ബൂമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സർജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതുമായിട്ട് കണക്റ്റഡ് ആണ് ആ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രൈസിൻ്റെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആ ഒരു കോവിഡിൻ്റെ സമയത്തുണ്ടായിരുന്ന ആ ചിപ്പ് ഷോർട്ടേജിൻ്റെ ഒക്കെ ആ ഒരു കാലത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് പൊന്തി വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ ഇപ്പോൾ 1 ലക്ഷം ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു PC ബിൽഡ് ചെയ്തെടുക്കാൻ വരും കസ്റ്റമായിട്ട്. അതാണ് അതിനകത്തെ മെയിൻ കാരണം. നിങ്ങൾക്ക് വേണ്ട ഗ്രാഫിക്സിൽ നിങ്ങൾ വേണ്ട സ്പെക്കിലൊക്കെ നിങ്ങൾക്ക് സാധനങ്ങൾ നല്ല പ്രത്യേകിച്ച് ഈ ഒരു നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കാനഡയിലാണെങ്കിലും നിങ്ങൾ ഓരോ സമയത്ത് ഇപ്പോൾ ആമസോണിൽ ബിഗ് ബില്യൺ വരുന്ന പോലെ ബിഗ് ബില്യനും അല്ലെങ്കിൽ എന്താ പറയുക ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അതിനകത്ത് നല്ലൊരു ഡീലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാനഡയിലുള്ള ആളാണെങ്കിലും അതുപോലെ വേറെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും എല്ലാ സ്ഥലത്തും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. ഇപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ കോസ്കോയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല PC ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് റേറ്റ് കുറഞ്ഞ, അതായത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലെങ്കിൽ പോലും നല്ലൊരു റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കോസ്കോയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഇതേപോലെ ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് എന്തായാലും കൺസിഡർ ചെയ്ത് നോക്കുക. അപ്പോൾ വേറെ ഇപ്പോൾ മാക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ മാക്ബുക്കിൻ്റെ എയർ M4ൻ്റെ തന്നെ 512 അതുപോലെ 10 കോർ GPU CPU വരുന്ന ഈ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. M5ലേക്ക് വെയിറ്റ് ചെയ്തിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഈ M4 തന്നെ അത്യാവശ്യം നല്ലൊരു മോഡലാണ്. പക്ഷേ നിങ്ങൾ പ്രോ എടുക്കണോ ഇത് എടുക്കണോ എന്നുള്ള ആ ഒരു ഒറ്റ കൺഫ്യൂഷൻ മാത്രമേ നിങ്ങൾക്ക് വരത്തുള്ളൂ. നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക നിങ്ങൾക്ക് ആ ഒരു എടുക്കണോ വേണ്ടയോ എന്ന് പ്രോയിലേക്ക് പോകണോ എന്നുള്ളതിൻ്റെ ആ ഒരു ഗൈഡ് ലൈൻസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഹെവി വീഡിയോസ് എടുക്കുന്ന ഒരാളാണ്, എഡിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ പ്രോയിലേക്ക് പോവുക. ഒക്കേഷണലി മാത്രമേ നിങ്ങൾ 4Kയിൽ വീഡിയോസ് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നുള്ളെങ്കിൽ എയർ എടുത്തോ കുഴപ്പമില്ല. ഇതാണ് എൻ്റെ ഒരു 1 ലൈൻ ആൻസർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇനി ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ നമ്മുടെ പുതിയ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അതിനകത്തൊരു സർപ്രൈസും കൂടെ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു മാക്ബുക്കിൻ്റെ എയറിൻ്റെ അല്ലെങ്കിൽ മാക്ബുക്ക് ആപ്പിൾ ഇക്കോസിസ്റ്റത്തിൻ്റെ നിങ്ങളെ അറിയാവുന്ന ടിപ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.